ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ടി വി തുറന്നു കഴിഞ്ഞാലും ന്യൂസിലായാലും നിങ്ങളെല്ലാവരും കാണുന്നൊരു സംഭവമാണ് കോവിഡിൻ്റെ വീണ്ടും ആ ഒരു ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ന്യൂസ് അല്ലേ. അപ്പോൾ അതിനെ അടിസ്ഥാനമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ ചെയ്യാൻ പോകുന്നത് അവയർനെസ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യം അതൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് അവയർനെസ് ആണ്. നിങ്ങളുടെ അറിവ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മുന്നേ ഇതുപോലത്തെ ഒരു കോവിഡിൻ്റെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോക്ക്ഡൗൺ ആയി, ക്വാറന്റൈൻ കാര്യങ്ങൾ, പിന്നെന്താ അന്ന് കേട്ടിരുന്ന വാക്കുകൾ ഈ പറയുന്ന കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ളവർ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു കോവിഡ് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോകുമോ, പല ആൾക്കാരുടെ ലൈഫും എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനുള്ളത്. ഇനി അതുപോലെ ആകുമോ ഇനി നമ്മുടെ അവസ്ഥകൾ എന്നുള്ള ഒരു ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടെന്നറിയാം. അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോവിഡ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഏഷ്യൻ കൺട്രീസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈസിലി നമ്മുടെ കേരളത്തിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, നമ്മുടെ ഇന്ത്യയിലേക്ക് ആയാലും ഒക്കെ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഇവിടെ കേരളത്തിൽ കേസുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, തമിഴ്നാട്ടിലും വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഞാൻ വരുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വകഭേദങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് JN1 എന്ന് പറയുന്നത്, JN1, അതുപോലെ തന്നെ LF7, NB1.8 എന്നീ വകഭേദങ്ങളൊക്കെയാണ് ഇപ്പോൾ പടരുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടും മോസ്റ്റ് കോമൺലി JN1 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേരിയൻസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഈ ഒരു പ്രാവശ്യം കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കേട്ടോ. മുന്നത്തേന്ന് അപേക്ഷിച്ച് സ്പ്രെഡ് ഭയങ്കര കൂടുതലാണ് ഇപ്രാവശ്യം. എന്നാൽ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാ വെച്ചാൽ ജലദോഷം ഉണ്ടാവും. ജലദോഷം എന്ന് പറയുന്നത് കുറച്ചധികം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അത് ഒരാഴ്ചയോ അല്ലെങ്കിൽ എല്ലാം മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും കൂടി നിൽക്കുന്നതായിരിക്കും ജലദോഷം എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായിട്ടുള്ള തൊണ്ടവേദന ഉണ്ടാവാം. അസഹനീയമായി അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതലുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം ഉണ്ടാവാം. അതുപോലെ തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ടാവാം. പിന്നെ ചില ആൾക്കാർക്ക് വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാവാം, ശ്വാസതടസ്സം ഉണ്ടാവാം, ചുമ ഉണ്ടാവാം. ഇതൊക്കെയാണ് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് തോന്നി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതാണ് നമുക്ക് ഈ സ്പ്രെഡ് ഒഴിവാക്കാനുള്ള കാര്യത്തിലായാലും ഒക്കെ ഹെൽപ്ഫുൾ ആവുക. നമുക്കിപ്പോൾ വരുന്നത് ചെറിയൊരു ജലദോഷമാണ്, സാധാരണ ജലദോഷമാണെന്നുള്ളത് തള്ളിക്കളയാതെ ഇപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾ കെയർഫുൾ ആവുക, മാസ്ക് ധരിക്കുക. കാരണം നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ മാസ്ക് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ സ്പ്രെഡ് കുറച്ച് ഒരു പരിധി വരെ നമുക്ക് അടക്കി പിടിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റി. അതോടൊപ്പം തന്നെ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത്, റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴി വരുന്ന അസുഖങ്ങൾ, അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. മാസ്ക് ഉപയോഗം തീർന്നു അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയ പിന്നെ ഇതൊക്കെ കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് കാണാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ മാസ്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കും അവയർനെസ് നിങ്ങൾ കൊടുക്കുക. കുട്ടികളുടെ കാര്യത്തിൽ പേരൻസ് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോകുന്ന സമയത്ത് മാസ്ക് തീർച്ചയായിട്ടും ധരിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മാസ്ക് യൂസ് ചെയ്യുക. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകുകയെന്നുണ്ടെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. ചെറിയതായിട്ടുള്ള സിംറ്റംസ് പോലും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്ക് ഇടാതെ എങ്ങും പോകാതിരിക്കുക. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ വരുന്ന ജലദോഷം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്തത് കാരണം നമ്മൾ വിചാരിക്കും സാധാ ജലദോഷം, തുമ്മൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ചുമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിടും. പക്ഷെ ചിലപ്പോൾ
അത് ചിലപ്പം കോവിഡ് തന്നെ ആയിരിക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കെയർഫുൾ ആവുക. നമ്മൾ ചെയ്യേണ്ട എന്താ പറയുക, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും അതിലേക്ക് എന്താ പറയുക, ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാ വെച്ചാൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലും അണ്ടർലൈങ് അസുഖങ്ങളുള്ള ആൾക്കാർ, ഓൾറെഡി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ക്യാൻസർ അല്ലെങ്കിൽ ലങ്സ് പരമായിട്ട് എന്തോ ആവട്ടെ, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി എടുക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും സ്ട്രോങ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ സൂക്ഷിക്കുക. ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ സൂക്ഷിക്കുക. ഇവരൊക്കെയും പുറത്തു പോകാനുള്ള അവസ്ഥകളാണെന്നുണ്ടെങ്കിൽ മാസ്ക് തീർച്ചയായിട്ടും ധരിക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് വന്നിട്ടുള്ള കോവിഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്ര നാൾ ഇപ്പം വരെ വന്നിട്ടുള്ള കേസുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രത കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട. പക്ഷെ നമ്മളെപ്പോഴും ജാഗരൂകരായിട്ട് അല്ലെങ്കിൽ അവെയർ ആയിട്ടിരിക്കുക, സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാരണം ഇപ്പം തീവ്രത കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യാം, ഓക്കെ മാസ്ക് ഒന്നും ഇടണ്ട, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വലിയ ഇഷ്യൂ ആവില്ല. നമുക്കത് അങ്ങനെ തനിയെ പൊക്കോളും. അപ്പം മുൻപ് വന്ന ആ ഒരു ഇത് നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മൾ കടന്നു വന്നു. ഒരുപാട് ആൾക്കാർ ദുരിതത്തിൽ പോയി. എന്നിട്ടും നമ്മളതൊക്കെ ഓവർകം ചെയ്ത് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഓരോരുത്തർ ചെയ്യേണ്ട കടമകൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഓരോ സ്റ്റെപ്പും ഓർത്ത് ആ ഒരു അവയർനെസ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊന്നും വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയത്താണ്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് എറണാകുളത്താണ്. 3ാം സ്ഥാനം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. പിന്നെ ആവശ്യമുള്ള ഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പായാലും അതുപോലെ തന്നെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, സേഫായിട്ടിരിക്കുക. കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാരണം മറ്റൊരാളിലേക്ക് സ്പ്രെഡ് വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരിലും ഈ അറിവ് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.